പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുകയാണ്. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പര്യടനം അവസാനിക്കാനിരിക്കെ ഇപ്പോൾ മാവൂരിൽ പിണറായി വിജയൻ സംസാരിക്കുകയാണ്. തത്സമയം പ്രദേശങ്ങൾ, ചില മേഖലകൾ എല്ലാം തകർന്നു പോയിരിക്കുകയാണ്. ഈ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ മാവൂര് നേരത്തെ കേരളത്തിൻ്റെ ഭൂപടത്തിൽ സ്ഥാനമുള്ളത് നല്ല രീതിയിലുള്ള തൊഴിൽശാല ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായാണ്. പക്ഷേ ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ എന്താ? ഇത് പോയി എന്നുള്ളത് മാത്രമല്ല, കേരളത്തിലെ അടുത്ത കാലത്തൊന്നും കുറേ ആളുകൾക്ക് ഒന്നിച്ച് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭവും ഉണ്ടായിട്ടില്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരു സ്ഥാപനത്തിൽ തന്നെ തൊഴിൽ കൊടുക്കുന്ന നിലയുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും കാണാൻ കഴിയില്ല. നമ്മുടെ നാട് വിട്ടാൽ 10,000, 20,000, 30,000 ഒക്കെ ആളുകൾ ഒരു സ്ഥാപനത്തിൽ തന്നെ തൊഴിലെടുക്കുക. എന്താ അവിടെ അത് പറ്റും, ഇവിടെ അത് പറ്റില്ല എന്ന നില. ഇതാണ് നമ്മുടെ തകർച്ചയ്ക്ക് കാരണം. നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം ചെറുപ്പക്കാർ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ഇവിടെ തൊഴിൽ ലഭിക്കുന്നില്ല, ഉടനെ നാടും രാജ്യവും വിടുകയാണ്. വേറെ വഴിയില്ല, തൊഴിലിന് വേറെ യാതൊരു മാർഗവുമില്ല. ഇങ്ങനെ പ്രവാസി ജീവിതം നയിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു ഭാഗം. ലക്ഷക്കണക്കിന് ആളുകൾ നാട്ടിന് പുറത്ത്, രാജ്യത്തിന് പുറത്ത് തൊഴിലെടുക്കുകയാണ്. ഇവർക്കെല്ലാം ഇവിടെ തൊഴിലെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിലൊട്ടേറെ പേർക്ക് തൊഴിലവസരം ഇവിടെ ഉണ്ടാക്കാൻ കഴിയണം. അത് അസാധ്യമായൊരു കാര്യമല്ല. നമ്മുടെ കേരളം പുനർനിർമ്മിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കേരളത്തിൻ്റെ പ്രത്യേകതക്കനുസരിച്ചുള്ള പുതിയ വ്യവസായങ്ങൾ ഇവിടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അതിൽ കേരളത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച വ്യവസായമാകണമെന്നേ ഉള്ളൂ. ഇന്നത്തെ ആധുനിക കാലത്ത് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് ഒരു പ്രയാസവുമില്ല. അതിന് മനസ്സ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. നാടിനോടും ജനങ്ങളോടും പ്രതിബദ്ധതയുള്ള ഒരു സർക്കാർ ഇവിടെ അധികാരത്തിലുണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എല്ലാ മേഖലയും ഇവിടെ അഭിവൃദ്ധിപ്പെട്ടു വരേണ്ടതായിട്ടുണ്ട്. ഞാൻ ആ പ്രശ്നങ്ങളിലേക്കാകെ ഇപ്പോൾ വിശദമായിട്ട് പോകുന്നില്ല. ഇവിടെ വിശദമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ കേരളം പുതുക്കി പണിയണം. അസാധ്യമാണെന്ന് നമ്മുടെ നാട്ടിൽ ചിലർ കരുതുമോ എന്നറിയില്ല. കാരണം അത്ര വലിയ തകർച്ചയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ നമുക്കിത് സാധിക്കും, വിജയകരമായി പൂർത്തീകരിക്കാനാവും, നാടിനെ വീണ്ടെടുക്കാനാവും, വികസനത്തിൽ നല്ല കുതിച്ചുചാട്ടം നടത്താനാവും. കാലാനുസൃതമായി വികസിച്ച കേരളം സൃഷ്ടിക്കാൻ നമുക്കാവും. നമ്മൾ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് മാത്രമേ ഉള്ളൂ.
ഇതോടൊപ്പം ഞങ്ങൾ ഈ മാർച്ചിൻ്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം, നമ്മുടെ നാടിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഭരണം സൃഷ്ടിക്കുന്നത് ജനങ്ങളാണ്. പക്ഷെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഏതെങ്കിലും ഒരാവശ്യത്തിന് സർക്കാർ ഓഫീസിൽ ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം തീരുമാനമായിട്ട് ലഭിക്കേണ്ടതുണ്ടെങ്കിൽ പിന്നെ പാടായി. അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം ലഭിക്കണമെങ്കിൽ അതത്ര ചെറുതായാലും എത്ര ന്യായമുള്ളതായാലും ചിലപ്പോ അല്ല മിക്കപ്പോഴും കൈക്കൂലി കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് വെച്ച് നമ്മുടെ നാട് ഇപ്പോൾ പൊതുവിൽ ചിന്തിക്കുന്നത് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ല. കാരണം സാർവത്രികമായ അഴിമതിയാണ്, എല്ലാ തലങ്ങളിലും അഴിമതിയാണ്. അപ്പൊ ഇതിൽ നിന്ന് മോചനം ഉണ്ടാകില്ല എന്ന് ചിന്തിക്കുക. ഞങ്ങൾ പറയുന്നത് ഈ കേരളത്തിന്റെ അഴിമതി പൂർണ്ണമായി തുടച്ചു നീക്കാനാവും. അഴിമതി വിമുക്തമായ ഒരു കേരളം സൃഷ്ടിക്കാനാവും. അത് അസാധ്യമായതല്ല, നമുക്ക് സാധ്യമായതാണ്. അതിന് രണ്ട് കാര്യങ്ങൾ ആദ്യമേ ഉറപ്പുവരുത്തണം. ഒന്ന്, ഭരണ നടപടികളെല്ലാം സുതാര്യമാവണം. അതുപോലെ തന്നെ സമയബന്ധിതമായി തീരുമാനമെടുക്കണം. വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ എല്ലാ കാര്യങ്ങളിലും സമയബന്ധിതമായി തീരുമാനം വേണം. നടപടികളെല്ലാം സുതാര്യവുമാവണം. ആരും സംശയിക്കേണ്ടതില്ല, അഴിമതി വിമുക്തമായ കേരളം നമുക്കിവിടെ സൃഷ്ടിക്കാനാവും. ഇത്തരത്തിൽ ഉള്ള ഒരു കേരളത്തിൻ്റെ സ്വാദ് നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മുടെ നാട് ഇന്നത്തേതുപോലെ തന്നെ നിലനിൽക്കണം. നമ്മുടെ നാടിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ നാട് ജാതിഭേദമോ മതദ്വേഷമോ ഇല്ലാതെ എല്ലാവരും സോദരത്വേന വാഴുന്ന നാടാണ്. ഇത് തകർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമം ചെറിയ തോതിലല്ല, വൻതോതിലാണ്. വർഗീയ ശക്തികളാണ് അതിന് ശ്രമിക്കുന്നത്. ജാതീയമായ ഭിന്നതയും മതപരമായ വേർതിരിവും വളർത്തിയെടുക്കാനാണ് ഈ ശക്തികൾ ശ്രമിക്കുന്നത്. അതോടൊപ്പം നാടിനെ, ജനങ്ങളെ വർഗീയവൽക്കരിക്കാനും ശ്രമിക്കുക. ഇതിന് തടയിടാൻ കഴിയണം. ഇത്തരത്തിലുള്ള നീക്കത്തെ കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സ് ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോഴുള്ളൊരു പ്രത്യേകത. ആ മതനിരപേക്ഷ മനസ്സ് രണ്ട് കാര്യം പരസ്യമായി പറഞ്ഞു. അതിലൊന്ന്, വർഗീയതയെ നേരിടാൻ CPIM-നും ഇടതുപക്ഷത്തിനും മാത്രമേ കഴിയൂ എന്നാണ്. ഇത് ഉറക്കെ പറഞ്ഞ കാര്യമാണ്. CPM-കാരല്ലാത്തവരടക്കമുള്ള മതനിരപേക്ഷ മനസ്സ് പറഞ്ഞ കാര്യമാണ്. എന്താ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്? നമ്മുടെ കേരളത്തിലൊരു വലിയ അജണ്ട അരങ്ങേറുന്നത് നമ്മൾ കണ്ടു. നവകേരള മാർച്ചിൽ മാവൂരിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ.